നമസ്കാരം, ഹേ അക്കുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം ബിഗ് ബോസ് ആണ് കേട്ടോ. നിങ്ങൾ തംബ്നെയിൽ എല്ലാവരും കണ്ടു കാണുമല്ലോ. ബിഗ് ബോസിൻ്റെ സീസൺ 7 ലോഞ്ച് ആയിരിക്കുകയാണ്. മെനഞ്ഞാണ് ലോഞ്ച് ചെയ്തത്. ഞാൻ ഫസ്റ്റ് എപ്പിസോഡ് കാണുന്നത് ഇന്നലെയാണ്. അപ്പോൾ ഇന്നലെ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോഴേ ഞാൻ ഒരു സാധനം നോട്ടീസ് ചെയ്തു. നിങ്ങളെ അത് കാണിക്കണമെന്നുണ്ട്. അതിനു മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസിൽ എന്താ സംഭവിക്കുന്നത്, ഒരു 19, 20 അല്ലെങ്കിൽ 22 കഴിഞ്ഞോട്ട് എനിക്കൊന്ന് 22 കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു. 22 കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസ് ഹൗസിനകത്ത് കൊണ്ടുവരിക. അപ്പോൾ ഇപ്രാവശ്യം പതിവിലും വ്യത്യസ്തമായിട്ട് ഇവരെ ബിഗ് ബോസ് ഹൗസിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഇവരെ കൊണ്ടൊരു ടാസ്ക് ചെയ്യിപ്പിച്ചു. 7ൻ്റെ പണി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 7ൻ്റെ പണിയാണോ 8ൻ്റെ പണിയാണോ ഒന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും ആ ഒരു കണ്ടസ്റ്റൻ്റ് ഇപ്പോൾ ഇനി 8ൻ്റെ പണി ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കണ്ടസ്റ്റൻ്റ് ഇപ്പോൾ റെനീഷയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഗെയിം നല്ല ഗെയിമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടസ്റ്റൻ്റ് ബ്ലൈൻഡ് ഫോൾഡഡ് ആയിരിക്കും. ബ്ലൈൻഡ് ഫോൾഡിലായിരിക്കുമ്പോൾ ബാക്കിൽ ഈ കണ്ടസ്റ്റൻറ്റിൻ്റെ ഏതെങ്കിലും റിലേറ്റീവോ അല്ലെങ്കിൽ ഫ്രണ്ടോ ആരെങ്കിലും കാണും. പുള്ളി ഡയറക്ഷൻ കൊടുക്കും, അതിനനുസരിച്ച് മുമ്പിൽ പോവുക, ഒരു മെഡൽ ഇടുക, സ്വന്തം ഫോട്ടോ പതിപ്പിച്ച മെഡൽ ഇടുക. എന്നിട്ട് ഇങ്ങനെ പോയിട്ട് ആ കളറിൽ മുക്കിയിട്ട് ആ ഒരു വോൾ, ആ ഒരു എന്താ പറയുന്നത് ഗ്ലാസ് വോളിൽ കൊണ്ടുപോയി കൈ ഇങ്ങനെ പതിപ്പിക്കുക. അപ്പോൾ അതായിരുന്നു ടാസ്ക്. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു സാധനം കണ്ടടേ, ഞാൻ നിങ്ങളുടെ അടുത്തത് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നത്. എൻ്റെ പൊന്നോ, എനിക്കത് എങ്ങനെ പുള്ളി ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ചിലപ്പോൾ ഇത് ഞാൻ ഒന്നും പറയത്തില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഇത് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി. കാരണം ഈ ഒരു ഗെയിമിൻ്റെ ബേസിസിലാണ് മുമ്പോട്ടുള്ള കാര്യങ്ങൾ പോയത്. ഇപ്പം എന്താ പറയുക, ഇവരകത്ത് കയറിയതിന് ശേഷം ഈ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ 3 പേർക്ക് പ്രിവിലേജ് കൊടുത്തു. 3 പേർക്ക് പ്രിവിലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കൊണ്ടുവന്ന ലഗേജ് അതുപോലെ അവർക്ക് കിട്ടും, ബാക്കിയുള്ളവർക്ക് കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രിവിലേജ് കിട്ടിയ 3 പേരാണ്. ആ ഒരു ഗെയിം ഏറ്റവും ഫാസ്റ്റായിട്ട് തീർത്ത 3 പേരിൽ ഒരാളെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. മറ്റാരുമല്ല, ആര്യനാണ് ആ കക്ഷി കേട്ടോ. ആര്യൻ എങ്ങനെ ആ ടാസ്ക് ചെയ്തു, നിങ്ങൾ ആ ടാസ്ക് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർക്കായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ കിടപ്പുണ്ട്. ഇനി അഥവാ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിക്കാം. വൻ കോമഡി ആയിട്ടോ. അത് എനിക്ക് തോന്നുന്ന പല കാര്യങ്ങളും ഞാൻ ആദ്യമേ നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. എന്നിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതാണ് ആര്യൻ്റെ ടാസ്ക് കേട്ടോ. ഇതായിരുന്നു ആര്യൻ്റെ ടാസ്ക്. റെനീഷ വിസിലടിച്ചപ്പോൾ തന്നെ ആര്യൻ 100-110 ഒറ്റ പായക്കുമായിരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് ആൾ ഒന്ന് നിന്നിട്ട് ലെഫ്റ്റ് എടുത്തു. അവിടം വരെ എല്ലാം ഓക്കെ. എന്നിട്ട് പുള്ളി ഈ ഒരു പില്ലർ കണ്ടോ, ഈ ഒരു പില്ലർ എത്തിയപ്പോഴത്തേന് പുള്ളി തിരിപ്പൊന്ന് നോക്കണമായിരുന്നേ. ഇത് കണ്ടോ, നിന്നു. കറക്റ്റ് അവിടെ എത്തിയപ്പോഴത്തേന് ആൾ ഡൈവേർട്ട് ചെയ്തു. അതൊക്കെ നമുക്ക് പിന്നെയും പറയാം, കാരണം ബാക്കിൽ പുള്ളിയുടെ ബ്രദർ എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് പറയാം. ഓക്കെ. എന്നിട്ട് അടുത്ത നടക്കുന്ന സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ പുള്ളി ഇങ്ങനെ നടന്നു വരുമോ, കാരണം ബ്രദർ പറഞ്ഞു ലെഫ്റ്റ് വോളോടെ ചേർന്ന് നടക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ നടക്കുക. ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. ഞാൻ ഇനി പതുക്കെ പോസ് ചെയ്ത് കാണിക്കാം. ഇങ്ങനെ നടന്നു വന്ന് കറക്റ്റ് ഈ പില്ലർ എത്തിയപ്പോഴത്തേന് ആര്യൻ്റെ മൂവ്മെൻറ്റ് കണ്ടോണേ. ഇത് കണ്ട, കറക്റ്റ് ആ പില്ലർ എത്തിയപ്പോഴത്തേന് ആര്യൻ ഇങ്ങനെ ചരിഞ്ഞടേ. എങ്ങനെ? റെനീഷ വരെ ഞെട്ടിപ്പോയി. റെനീഷ വീണു എന്ന് വിചാരിച്ചു, ഇപ്പം തട്ടിയിടുമെന്ന് വിചാരിച്ചിരുന്ന ആള് കറക്റ്റ് ഈ ഒരു പൊസിഷനിലെത്തിയപ്പോഴത്തേന് ഇങ്ങനെ അങ്ങ് വളഞ്ഞിട്ട് ഇങ്ങനെ പോയി. ഇതെങ്ങനെ സംഭവിച്ചടാ? എന്നാലും എൻ്റെ ആര്യനെ ഇത് വല്ലാത്തൊരു കഴിവായിപ്പോയി കേട്ടോ. ഞാൻ ഒന്നുകൂടെ നിങ്ങളെ കാണിക്കാം, ശ്രദ്ധിച്ചോടെ. ഞാൻ ഇനി പോസ് ചെയ്യത്തില്ല. പുള്ളി ഇങ്ങനെ നടന്നു പോയി ലെഫ്റ്റ് ബോളോട് ചേർന്ന് ഇവിടെ എത്തിയപ്പോഴത്തേന് വളഞ്ഞ്. എന്നാലും എൻ്റെ ആര്യനെ. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. എങ്ങനെ പുള്ളി ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സാധാരണ ഇപ്പം നമ്മളെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുമ്പോട്ടൊന്നും കാണത്തില്ലേ. എന്നാലും പുള്ളി കറക്റ്റ് ആ ഫ്രണ്ടിലെ പില്ലർ എത്തിയപ്പോൾ ആ ഒരു വെട്ടിക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ എൻ്റെ പൊന്നാര്യനെ, സമ്മതിച്ചതിൻ്റെ. ഞാൻ പറയട്ടെ, 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഇതെല്ലാം ഒരു ഊഹമാണ്, ഇതൊന്നും ഉറപ്പല്ല. ഞാൻ എൻ്റെ ഇതിലങ്ങ് പറയുക. ഒന്നെങ്കിൽ ഈ ടാസ്ക് ആര്യന് അനുകൂലമാകണം എന്ന് ബിഗ് ബോസ് തീരുമാനിച്ചത് കൊണ്ട് അങ്ങനെ ആയതാവാം. അതല്ല എങ്കിൽ ഈ ക്രൂ ഉണ്ടല്ലോ, ഈ ബ്ലൈൻഡ് ഫോൾഡൊക്കെ ചെയ്ത് കൊടുക്കുന്ന ക്രൂ കാണുമല്ലോ, അവരുടെ ഭാഗത്തുനിന്ന് എന്തൊരു മിസ്റ്റേക്ക്.
അവർ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തപ്പോൾ നല്ലോണം ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് കാണത്തില്ല. അവൻ എവിടുന്നെങ്കിലും അടിവശത്തൊക്കെ ചിലപ്പം കാണാൻ ചാൻസ് കാണുമായിരിക്കാം. ആ ഒരു സാധനം ആര്യൻ മുതലെടുത്തതാവാം. അപ്പോൾ ഈ 2 ചാൻസസ് ആവാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം ഒരു ഹ്യൂമന് കണ്ണടച്ച് നടന്നു പോയിട്ടൊരു പില്ലർ മുമ്പിൽ സെൻസ് ചെയ്തിട്ട് ഇങ്ങനെ തിരിയാനൊന്നും പറ്റില്ല. തേർഡ് ഐ ഒന്നും ആർക്കും ഇല്ല, ആര്യനും ഇല്ല, നമുക്ക് ആർക്കും ഇത് ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ ആര്യൻ അത് ചെയ്തു. ഇതെനിക്ക് വളരെ കോമഡി ആയിട്ട് തോന്നി കേട്ടോ. പക്ഷെ അല്ലാത്ത പക്ഷെ നോക്കുവാണെങ്കിൽ ഒട്ടും കോമഡി ആയിട്ടുള്ള കാര്യമല്ല. കാരണം എന്താ അറിയോ, ഈ പ്രിവിലേജിനനുസരിച്ച് ഇതിപ്പം ഫൺ ഗെയിം ആയിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ പോട്ടെ സാരമില്ല എന്നാൽ നമുക്കങ്ങ് പറയാമായിരുന്നു. പക്ഷേ ഈ ഒരു ഗെയിം കാരണം ഇവർക്ക് 3 പേർക്ക് പ്രിവിലേജ് കിട്ടി. ഇവർക്ക് 3 പേർക്ക് ഇവരുടെ സാധനങ്ങൾ കിട്ടി, ബാക്കി ആർക്കും അവരവരുടെ സാധനങ്ങൾ കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അത് ഒരു വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെ. പിന്നെയെന്ന് വെച്ചാൽ ഇതൊന്നും എങ്ങും ചർച്ചാ വിഷയം ആവാൻ പോകുന്നില്ല. കാരണം എനിക്കാകെ ഉള്ളത് എനിക്കറിയാവുന്ന എൻ്റെ 221 സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ നമ്മുടെ ഇത്ര പേരിൽ മാത്രം ഇതങ്ങ് ചുരുങ്ങും. എന്നാലും സാരമില്ല, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നി, ഞാൻ നിങ്ങളുടെ അടുത്ത് അത് പറഞ്ഞു. ബാക്കി നമുക്ക് അറിഞ്ഞുകൂടാ. ഇനിയിപ്പം എന്തേലും രീതിയിൽ ചർച്ചാ വിഷയം ആവുകയാണെങ്കിൽ ആവട്ടെ, കുഴപ്പമൊന്നുമില്ല. ആൾക്കാരറിയട്ടെ ഇതെങ്ങനെ സംഭവം. എന്തായാലും ചർച്ചാ വിഷയമാവും. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊരു വിഷയമാവും, ആരെയിലൊക്കെ ഇത് പൊക്കിക്കൊണ്ടുവരും. അതുകൊണ്ട് ഞാൻ തന്നെ ഈ സാധനം വിഷയം എടുത്തിട്ടു. നമുക്കിനി നോക്കാം എന്ത് സംഭവിക്കാമെന്ന്. എനിക്കെന്തായാലും അത്രയും ജെന്യുവിനായിട്ട് ആ ഗെയിം നടന്നു എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. 19 പേരെ പറ്റിച്ചിട്ട് ഒരാൾക്ക് മാത്രം പ്രിവിലേജ്, അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം അനുകൂലമായിട്ട് ഗെയിം പോകാൻ വേണ്ടി ഇങ്ങനൊരു ഗെയിം കളിക്കണമായിരുന്നോ ബിഗ് ബോസേ? സാരമില്ല, കുഴപ്പമില്ല, സംഭവിക്കാം. അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇതുപോലത്തെ അടിപൊളി കോണ്ടൻസ് ഒക്കെ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി നാളെ കാണാം. അതുവരയ്ക്കും ബൈ.